കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 33 അധ്യായം എന്റെ 26 വാക്യം. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം അവനിൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. യോബിന്റെ പുസ്തകം 33 അധ്യായം എന്ന് പറയുന്നത് എലീഹുവിന്റെ പ്രതിവാദം തുടരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ ഭാഗം നമ്മൾ വായിച്ച് താഴ്ത്തു വരുമ്പോൾ ഹല്ലേലൂയ, യോബിന്റെ പുസ്തകം 33 അധ്യായം അതിന്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർ മാനസാന്തരപ്പെടുവാൻ ദൈവം ദർശനങ്ങളുടെ കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 15 വാക്യം, ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവൻ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോട് പ്രബോധനയ്ക്ക് ഹല്ലേലൂയ മുദ്രയിടുന്നു. അപ്പം രാത്രിയുടെ യാമങ്ങളിൽ നാം ഉറങ്ങുമ്പോൾ, നാം ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ ദൈവം നമ്മളോട് സ്വപ്നത്തിലൂടെ ഇടപെട്ട് നമുക്ക് മാനസാന്തരത്തിനായിട്ടുള്ള അവസാനം തരുമ്പോൾ നാം അതിനെ വ്യർത്ഥമാക്കി കളയാതെ, സമയത്ത് നഷ്ടപ്പെടുത്തി കളയാതെ, നാം കണ്ട സ്വപ്നം ദർശനം തിരിച്ചറിഞ്ഞുകൊണ്ട് നാമെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം എന്നിവിടെ കാണുകയാണ്. ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ കഥ പറയുകയാണ്, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം അവന് പ്രസാദിക്കും. അപ്പൊ ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ ദൈവ സൃഷ്ടിയോടുള്ള പ്രാർത്ഥനയാണ്. ദൈവ സൃഷ്ടിയോടും ആൾ ദൈവങ്ങളോടും ഉള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ. വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് സകലത്തിന് സൃഷ്ടാവായ ദൈവത്തെ, സൃഷ്ടാവിനെ ഇവിടെ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ലോകം സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നു. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയണേ, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം അവനിൽ പ്രസാദിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. മാത്രമല്ല, തിരുമുഖത്തെ അവൻ ഹല്ലേലൂയ സന്തോഷത്തോടെ കാണും. പ്രൈസ് ദി ലോർഡ്. അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതെ വരുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് നാം ചിന്തിക്കാൻ കാരണം നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. അത്രയുള്ള ഒരു കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ഇവിടെ ദൈവവചനം പറയുമ്പോൾ യോബിന്റെ രാത്രികാലങ്ങളിൽ തന്റെ ഗാഠനിദ്രയിൽ തന്റെ ശയ്യമേൽ ദൈവം ആമി സ്വപ്നത്തിലൂടെ അവരുടെ ദർശനം കൊടുത്ത് അവന്റെ ചെവി തുറന്ന് അവരോട് പ്രബോധനയ്ക്കായി മുദ്രയിട്ട് യോബിന് കൊടുത്ത ദർശനം പോലെ എനിക്ക് നിങ്ങൾക്ക് ദൈവം ദർശനം തരുമ്പോൾ നമ്മൾ ആ ദർശനത്തിനകത്ത് ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. എത്ര മഹനീയമായ വാഗ്ദത്തമാണ് കർത്താവ് നൽകിയിരിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായ മഹത്വകരമായ ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷകരമായ വാഗ്ദത്തമേ ദൈവം നമുക്ക് തരാറുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു വാഗ്ദത്തം ലഭിച്ചാൽ ഒരിക്കലും ആ വാഗ്ദത്തം നിറവേറാതെ പോകത്തില്ല. കർത്താവ് നമ്മോട് സംസാരിച്ചതാണെങ്കിൽ വാഗ്ദത്തം നിറവേറും. അത് തന്നെയാണ് പഴയ നിയമത്തിൽ നാം യോബിനോട് ഉള്ള ചിന്തയിൽ യോബിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ വാഗ്ദത്തം നിറവേറും. യോബിന്റെ ജീവിതം കഷ്ടതകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആ കഷ്ടതയുടെ നടുവിൽ നാം ദൈവത്തോട് ചേർന്നപ്പോൾ യോബിനോട് ദൈവം സംസാരിച്ച ആ സംസാരത്തിലൂടെ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ പിന്നത്തേതിൽ യോബിന്റെ ജീവിതത്തിൽ നിറവേറിയത് കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിന്റെ നടുവിരുന്ന സൃഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ, ആ ഒരുക്കമുള്ള ഹൃദയമാണെങ്കിൽ, അവൻ രാത്രിയിൽ നീ നിദ്ര കൊള്ളുമ്പോൾ നിന്റെ ശയ്യമേൽ അവനോട് സംസാരിക്കും, ദർശനങ്ങളെ തരും, സ്വപ്നങ്ങളെ തരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള എല്ലാ അവസരത്തെയും ദൈവം തരുമെന്നുള്ളതാണ് രക്തം ചെയ്യും. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ശ്രോതാക്കളുണ്ട്, അനവധി സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നില്ല, അവൻ എന്നോട് സംസാരിക്കുന്നില്ല, എനിക്ക് തിരുമുഖത്തെ കാണാൻ കഴിയുന്നില്ല,
എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ പ്രവർത്തിക്ക് തക്ക നീതി എനിക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അനവധി ആളുകളോട് എനിക്ക് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസലോ. കാരണം അവർ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്ന പരാതികളാണ്. ഇപ്പോഴൊക്കെ നമ്മൾ ഇയ്യോബിനെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏതൊരു മനുഷ്യൻ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നോ അവന്റെ മേൽ ദൈവ സാന്നിധ്യത്തെ ദൈവം അയക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കേണ്ട ദൈവ സാന്നിധ്യമാണ്. ഫ്രൈസറോ. എന്നാൽ പലരുടെയും പ്രാർത്ഥനയിൽ ദൈവിക സാന്നിധ്യത്തെ അല്ല ആഗ്രഹിക്കുന്ന പലരും തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുക. ഫ്രൈസറോ. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളുമാണ്. നിങ്ങൾ ആദ്യം ദൈവത്തോടും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുവാൻ മുഴക്കാലം മട്ടയ്ക്ക് ദൈവത്തിൽ ഇരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിന്റെ അരികിലേക്ക് അയക്കണമേ. അങ്ങനെ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വന്നു എന്ന് നിനക്ക് ഉറപ്പാകുമ്പോൾ നിന്റെ പ്രാർത്ഥന ആമേൻ ദൈവം കേൾക്കുവാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മുടെ കുടുംബം, മക്കൾ, ജീവിതം, ജോലി, സാമ്പത്തികം, വീട്, പണം, അല്ലേലൂയ, പിന്നെ വണ്ടി എന്ന് വേണ്ട ഇതെല്ലാം പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കും. പക്ഷെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുമില്ല. ദൈവ സാന്നിധ്യത്തോട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ അരികിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന ശ്രോതാവേ, നീ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പരാതികളും പരിഭവങ്ങളും മാത്രമല്ല ദൈവത്തോട് പറയേണ്ടത്. നമ്മുടെ പരാതികളും പരിഭവങ്ങളും പറയുവാൻ നാം ആഗ്രഹിക്കുന്നതിന് മുമ്പേ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കണം. യോബിനെ പോലെ രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമുക്ക് കർത്താവുമായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവുമായിട്ട് അടുത്തൊരു ബന്ധം എന്ന് പറഞ്ഞാൽ യോബ് പ്രാർത്ഥിക്കുമ്പം ആമേൻ തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണുമെന്ന് പറഞ്ഞ പോലെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവത്തോട് അടുത്ത് ചേർന്ന് ദൈവത്തിന്റെ തിരുമുഖത്തെ നമുക്ക് കാണുവാൻ കഴിയണം. എങ്ങനെ? ആത്മാവിലാകട്ടോ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവ് ഹല്ലേലൂയ കാര്യം പാണിയാൽ തറയപ്പെട്ട് മുൾക്കിരീടധാരിയായി ആമേ സ്തോത്രം വിലാപ്പുറം കുത്തിത്തുറന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ ശരീരം ഒഴുകുചാലുപോലെ നീളത്തിൽ കീറി ക്രൂശിൽ നിന്ന് ആമിലലി ധാരധാരിയ രക്തം ഒഴുകി നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി നിയോഗം കൊടുത്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ആ ഗെത്സമനെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുന്ന കർത്താവിനോട് ഇപ്പൊ യാത്ര. നമ്മുടെ പ്രാർത്ഥനയില് ആ ഗെത്സമനെ തൊട്ട് നാം ദൈവസാന്നിധ്യം അനുഭവിച്ച് ആ ഗോൽഗോത്തയിലേക്ക് എത്തി അവന്റെ മണ്ണം മുന്നെടുത്താങ്ങന ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അവന്റെ ഉയർപ്പിന്റെ പങ്കാളിയായി തീർന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനയ്ക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരണം. പ്രൈസറോ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ജൽപ്പനമാണ്. ഹല്ലേലൂയ. അപ്പൊ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ് പറയുക. പ്രൈസറോ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? രക്തം ചെയ്യും. പ്രൈസറോ. ഹല്ലേലൂയ. ഇന്ന് പല ആളുകളും ഈ ലോകത്തിൽ മനുഷ്യരെ ദൈവങ്ങളാക്കി വെച്ചിരിക്കുക. എനിക്കറിയത്തില്ല, നമ്മുടെ കേരളത്തിൽ ഈ ജനസമ്മതരായവരും ഈ സിനിമാ നടന്മാരൊക്കെ ദൈവങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേരളത്തിൽ. പക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ അനവധി സിനിമാ നടന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ദൈവങ്ങളാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന അവരോടാ. എന്നോട് അങ്ങനെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ അമ്മനോട് ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു കർത്താവുണ്ട് കേട്ടോ. ഭൂമിയിൽ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച് ഈ ഭൂമി ജീവിച്ച് പേരും പ്രശസ്തിയൊക്കെയായി ഉന്നതമായ നിലയിൽ എത്തി നിൽക്കുന്നവരും അവരുടെ മരിച്ചു കഴിയുമ്പോൾ അവർ മരിച്ചുപോയ വ്യക്തിയോടും അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, സാക്ഷാൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന നാം ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തെ നമ്മൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കാണുവാൻ കഴിയുമ്പോൾ
ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന നമ്മുടെ അടുക്കലേക്ക് അവന്റെ പ്രസാദം കടന്നു വരും, രക്തം ചെയ്യും. ഇതെല്ലാം ഹൃദയത്തിൽ സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ നീതിയിൽ ആമിലലിയ ദൈവം നമുക്ക് ശക്തിയും ബലവും നൽകി ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ജീവിതത്തിൽ നേരിടുന്ന സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ, നിന്റെ നിരാശകൾ മാറ്റുവാൻ, നീ കടന്നു പോകുന്ന കടക്കണിയിൽ നിന്നെ വിടിവിക്കുവാൻ, ശാരീരികമാസകലം വിവിധ വ്യാധികളാൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയേ, ശക്തമായ ദൂത് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്ത് വരണം കേട്ടോ. പ്രൈസ്. കാരണം കർത്താവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടാകണം. അപ്പൊ ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ ശക്തിയും ഹല്ലേലൂയ പരാക്രമവും ഉണ്ട്, ആനന്ദവും പരിപൂർണതയുടെ സന്തോഷവുമുണ്ട്. ദൈവസന്നിധിയില് ദൈവത്തിന്റെ സന്നിധി അവൻ ശക്തിയുണ്ട്, പരാക്രമമുണ്ട്, മാത്രമല്ല ആനന്ദമുണ്ട്, പരിപൂർണതയുണ്ട്. അവന്റെ സന്നിധിയിൽ മാനമുണ്ട്, ആമെ മഹത്വമുണ്ട്, ധനവും പുരാതന സമ്പത്തും ഒക്കെ അവന്റെ സന്നിധിയിലുണ്ട്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ദൈവസന്നിധിയിലുണ്ടെന്നാ ലേരിയ സ്തോത്രം. നമ്മൾ ഈ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ ബോട്ടം വെച്ചിട്ടുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടുമെന്ന് അല്ലേടിയ. ഈ മാളുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒന്നും അവിടെ ഇല്ല അല്ലേടിയ. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പലചരക്കടയിൽ, സൂപ്പർ മാർക്കറ്റുകൾ കിട്ടും. മാളുകളും ഒക്കെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യനിർമ്മിതമായ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. എന്നാൽ അവിടെ കിട്ടാത്തൊരു സാധനമാണ് സമാധാനം ഹല്ലേലൂയ. ഓരോ മാളിലും ഒരു സൂപ്പർ മാർക്കറ്റിലും നിങ്ങളുടെ കരഞ്ഞു കലങ്ങിയ മനസ്സുമായി കടന്നിലും നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു മാളും സൂപ്പർ മാർക്കറ്റും ഉലകത്തിലില്ല. സ്രോതാവി രക്തം ചെയ്യും. അതിന് നീ ദൈവസന്നിധിക്ക് തന്നെ കടന്നു വരണം, രക്തം ചെയ്യും ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ എന്തുകൊണ്ട്? ശക്തിയുണ്ട്, പരാക്രമമുണ്ട്, ആനന്ദമുണ്ട്, പരിപൂർണതയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, മഹത്വമുണ്ട്, മാനമുണ്ട്, ധനമുണ്ട്, പുരാതന സമ്പത്തുകൾ എല്ലാം കൊണ്ട് നിറയപ്പെട്ടതാണ് സ്വർഗം എന്ന് പറയുന്നത്. നിന്നെ സന്തോഷിപ്പിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, നിനക്ക് ആനന്ദം തരുവാൻ, നഷ്ടമായ നന്മകളെല്ലാം മടക്കി തരാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനൊക്കെ മടക്കി തരാനും ഈ ഉലകത്തിൽ ഒരു കടകളും ഇല്ല കേട്ടോ, ഒരു മാർക്കറ്റും ഒരു മാളും ഒന്നുമില്ല അല്ലേ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതം, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജോലി, നഷ്ടപ്പെട്ടു പോയ നിന്റെ ധനം അല്ലേറിയ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ, നിന്റെ ജീവിതത്തെ എല്ലാം മടക്കി തരാൻ ദൈവത്തിന് കഴിയും. അതെല്ലാം സ്വർഗത്തിലാവും ഉള്ളത്, രക്തം ചെയ്യും. അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. യോബിന്റെ ജീവിതത്തിൽ തന്റെ 10 മക്കളും മരിച്ചു, ആണ്ടുമാട്, കന്നുകാലികൾ, ദാസന്മാരെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്തവനായി. ആ കാലഘട്ടത്തിൽ വലിയൊരു ധനാഢ്യനായിരുന്നു യോബ്. നല്ലൊരു ധനാഢ്യനായി ജീവിക്കുമ്പോൾ തന്നെ താൻ വളരെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്നിരുന്ന ദൈവഭക്തനും കൂടെ ആയിരുന്നു. അല്ല, നിഷ്കളങ്കനായിരുന്നു, നിർമ്മലനായിരുന്നു, നിർദോഷനായിരുന്നു അല്ലേലിയ. അങ്ങനെയൊക്കെ നല്ല സാക്ഷ്യമുള്ള യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലേലിയ, ആ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകളെ പറഞ്ഞ് വിലപിച്ചിരിക്കാതെ യോബ് ദൈവത്തോട് ചേർന്നിരുന്നു. ആ ചേർന്നിരുന്ന സാഹചര്യത്തിലാണ് യോബിനോട് രാത്രിയിൽ അവന്റെ ഗാഠനിദ്രയിൽ അവനോട് സംസാരിക്കുന്നത്. യോബിനൊരു മാനസാന്തരം കൂടെ ദൈവത്തിന് കൊടുത്ത് അല്ലേലിയ മടക്കി കൊണ്ടുവന്ന് അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒന്ന് തിരികെ കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചു അല്ലേലിയ. നമ്മുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അവയെല്ലാം തീർക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന് ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവൻ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. യോബിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നത് എന്താ? അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ദൈവത്തിന് പറഞ്ഞ ദൈവസ്ഥ എന്ത്
എല്ലാ സംഭവവും. അതുകൊണ്ടാണ് രണ്ട് അല്ലേലൂയ ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണാൻ കഴിയും. അല്ലേലൂയ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലൂയ സ്തോത്രം. അല്ലേലൂയ യശസ്സും തേജസ്സും അല്ലേലൂയ അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ടെന്നാണ്. അല്ലേലൂയ അപ്പം ദൈവസന്നിധി എന്തുണ്ട്? എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തു വേണോ അത് ദൈവസന്നിധി ഉണ്ടെന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മൾ ദൈവമായിട്ട് ചേർന്നിരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ഞാൻ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. ഹല്ലേലൂയ ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ എന്നിവിടെ പറയുക. ഹല്ലേലൂയ ദൈവസാന്നിധിയിലുള്ള എല്ലാം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുക. യോബിന്റെ സ്നേഹിതനായിരിക്കുന്ന എലീഹു യോബിനോട് സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെയാണ് യോബിനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എലീഹു അവന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് താനും യോബിനോട് സമനായ മനുഷ്യനാകിയാൽ തന്റെ വാക്കുകൾ യോബിനെ ഭീഷണിപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞ് എലീഹു തന്നോട് വാദിക്കാൻ എടുക്കുന്നത്. ഹല്ലേലൂയ എങ്കിലും യോബിന്റെ ജീവിതത്തെ പലപ്പോഴും വേദനിപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും യോബിന് നേരെ വരുമ്പോഴും യോബ് ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്നിരുന്ന് തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, തന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, തന്റെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ ഭക്തന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ടായിരിക്കാം. കയ്യിൽ എന്റെ ഉദ്ദേശം എന്റെ ചിന്ത ഞാനത് പറഞ്ഞതാ. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. നിങ്ങൾ തളർന്ന് ക്ഷീണിച്ച് സങ്കടപ്പെട്ട് ദുഃഖിച്ച് നാളെ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വിടും, എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ പോറ്റും എന്നൊക്കെ ഓർത്ത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിങ്ങൾ തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉള്ള പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അതിന് മറുപടി തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോബിന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമില്ലേ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കേട്ട് നിന്റെ തളർച്ചയെ മാറ്റുന്നവനാണ്. അപ്പൊ യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ നീ ഭയപ്പെടണ്ട, ഈ ലോകത്തിന്റെ ശക്തികളെ നീ ഭയപ്പെടണ്ട. കാരണം യേശു ജയാളിയായി ഒരുവിന് വേണ്ടി വേണം നമ്മുടെ ഹൃദയം കൊടുക്കുവാൻ. ഹല്ലേലൂയ ലോകത്തിൻ്റെതായ ചിന്തകൾക്കും ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ഹൃദയത്തെ കൊടുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അശുദ്ധി കൊണ്ടുവരരുത്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ സൃഷ്ടാവായി ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ ഇപ്പോഴും സൃഷ്ടാവായി ദൈവത്തെ കാണണം. ഹല്ലേലൂയ കാരണം യശസ്സും തേജസ്സും അവന്റെ സാന്നിധ്യവും ബലവും ആനന്ദവും എല്ലാം അവന്റെ വാസനത്തിലുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുമ്പോഴെല്ലാം ഹല്ലേലൂയ നിങ്ങൾ ഭയഭക്തിയാൽ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കപ്പെടണം. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുമ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇല്ലാതെ പോയതും അത് തന്നെ. ഭയം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്ന ഒന്നും ഇന്നത്തെ കാലത്ത് ജനത്തിനില്ല. അല്ലേലേ പലർക്കും ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലെന്ന്. അല്ലേലിയ അവർക്ക് ജീവിക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതിയുള്ളൂ. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഭയഭക്തിയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവ സാന്നിധ്യത്തിൽ അവൻ ഉണരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ തളർച്ചകളെ മാറ്റി അവന്റെ ഹൃദയത്തിനകത്ത് ആനന്ദത്തെ കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഇതുപോലെ വചനം കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മാതാവേ, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ വേദന അറിയുന്ന യേശു മാത്രമേ ഉള്ളൂ കേട്ടോ. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നീ തളർന്നിരിക്കുന്നതിന്റെ വിഷയമുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ഭാര്യയോട് നീ പറയാത്തത്, നിന്റെ ഭർത്താവിന് പറയാത്തത്, നിന്റെ സുഹൃത്തുക്കളോട് പോലും നീ പറയാതെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ചില ആഗ്രഹങ്ങളില്ല, ചില പ്രാർത്ഥന. അത് കേൾക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോട് നമ്മൾ പറഞ്ഞ് പലപ്പോഴും പരാജിതരായി മാറുമ്പോൾ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ വിജയ ശ്രീലാളിതനായി മാറും. മനുഷ്യരോട് പറഞ്ഞ് നമ്മൾ പരാജിതനായി മാറും. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ വിജയത്തിന്റെ ആ കൊടുമുടിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. കാരണം പ്രാർത്ഥിച്ചിട്ടുള്ള മനുഷ്യരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. പ്രാർത്ഥിച്ചവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. രക്തം ചെയ്യും.
പ്രൈസറോ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവസാന്നിധ്യം നിറയപ്പെടണം. അവനും മാനവും മഹത്വവും ചെലുത്തുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് മാനവും മഹത്വം കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത്. സകല സ്തുതിക്കും മാനത്തിനും മഹത്വത്തിനും യോഗ്യനായവൻ യേശു മാത്രമാണ്. സകല സ്തുതികൾക്കും യോഗ്യൻ, സകല നാമത്തിനും മേലായ നാമമുള്ള യേശു ക്രിസ്തുവിന് മാത്രം നിന്റെ ആദരങ്ങൾക്കകത്തും സ്തുതി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസറോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് നാളിൽ 120 പേര് കൂടിയിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സാന്നിധ്യം അഗ്നിജാല പോലെ വിളർന്നിരിക്കുന്ന നാവുകള്, ആ നാവ് പോലെ അവരുടെ മേൽ വന്ന സാന്നിധ്യം അവർ അനുഭവിച്ച് ഓർത്ത് നോക്കും. പ്രൈസറോ. പിന്നെ ശിഷ്യന്മാര് തളർന്നു പോയിട്ടില്ല കേട്ടോ. പിന്നെ ശിഷ്യന്മാര് അവർ കരുത്തുറ്റവരായി മാറി, ധൈര്യശാലികളായി മാറി, പരാക്രമശാലികളായി മാറി. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവസന്നിധി എന്തുണ്ട്? ശക്തിയുണ്ട്, പരാക്രമമുണ്ട്, ഹല്ലേലൂയ, ആനന്ദമുണ്ട്, പരിപൂർണതയുണ്ടെന്ന് പറഞ്ഞത്. അപ്പം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തന്മാരായി മാറി, പരാക്രമശാലികളായി മാറി. അവരുടെ ഉള്ളിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. പിന്നെ അവർ ലോകത്തെ ഭയപ്പെട്ടിട്ടില്ല. രക്തം ചെയ്യും. നമ്മൾ ലോകത്തെ ഭയപ്പെടരുത്. ലോകത്തെ ഭയപ്പെട്ടാൽ നമുക്ക് എങ്ങും ഓടി ഒളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. യോബിന്റെ ജീവിതം അത് തന്നെ. തനിക്ക് കഷ്ടതയുടെ ആ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴും താൻ ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതം, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തണം. പ്രൈസറോ. നമ്മൾ ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ താഴ്ത്തണം. നമ്മളെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉയർന്നു നിൽക്കണം എന്നുള്ളതാണ്. ദൈവത്തെക്കാൾ വരിക. ഹല്ലേലൂയ. ഞാനെന്നുള്ള ആ ഭാവവും എനിക്കെന്നുള്ള എന്റേതെന്നുള്ളത്, ഹല്ലേലൂയ, ഞങ്ങളുടെ എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ സ്വയത്വം, ഹല്ലേലൂയ, ഒക്കെ നമ്മളങ്ങ് മരിപ്പിക്കണം. പ്രൈസറോ. ഒന്ന് താഴണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ആ താഴ്മ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന ദൈവവചനത്തിനോട് ഫിലിപ്പി ലേഖനം 1 വായിക്കുന്ന പോലെ, എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കണം. നിങ്ങളുടെ ഉള്ളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ദൈവത്തിന് താഴ്ന്നു കൊടുക്കണം. എങ്ങനെ താഴ്ന്ന്? യോബിനെ പോലും താഴ്ന്നു കൊടുക്കണം. പ്രൈസറോ. യോബിനെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ യോബിന്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചൊരു ദൈവമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ യോബിന്റെ 42:10 വരുമ്പോൾ അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ യോബ് കഷ്ടതയിലായിരിക്കുന്നെങ്കിലും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസറോ. ദൈവത്തോട് പ്രാർത്ഥിക്കും, അവനിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. ഹല്ലേലൂയ. എന്നിട്ട് ഭക്തൻ പറയാം, അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും. നമ്മൾ യോബിന്റെ പുസ്തകം 31-26 ധ്യാനിച്ച് വായിക്കുമ്പോഴാണ് അതിനകത്തെ ആ ദൈവസാന്നിധ്യം നമ്മളെ മേൽ ഇറങ്ങി വരും. രക്തം ചെയ്യും. പ്രൈസറോ. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അതിനൊന്നും നമ്മൾ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സെക്കൻഡുകളും വിലയുള്ളതാണ് കേട്ടോ. ഓരോ സെക്കൻഡുകളും വിലയുള്ള, അതിന്റെ വില മനസ്സിലാക്കിയാൽ, ഹല്ലേലൂയ, നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കും. ഞാൻ പറയുന്നത്, എന്നെ അടക്കം പറഞ്ഞ 24 മണിക്കൂറും നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഞാൻ പറയുന്നത് 24 മണിക്കൂറും ജീവിതത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും നിങ്ങൾ ഏത് മേഖലയിൽ പോയിരുന്നാലും നമ്മൾ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ഹാനോക്കിനെ പോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. രക്തം ചെയ്യും. അല്ലെ, ആ മനുഷ്യൻ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തി. അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നത്. ഈശ്വരോ, നമുക്കൊക്കെ അങ്ങനെയൊക്കെ കഴിയുമോ? നമുക്കൊക്കെ അങ്ങനെ കഴിയണം. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ഞാൻ 24 മണിക്കൂറും ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിരാശകളും ഒക്കെ കടന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വരും. ഞാനും വളരെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ദൈവ സാന്നിധ്യത്തിൽ ഞാൻ മാറിപ്പോയോ?
ദൈവസാന്നിധ്യത്തിന് ഞാൻ പുറകോട്ടാണോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ആ നിരാശകളെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വീണ്ടും യോബിനെ പോലെ ഒന്ന് ചേർന്നിരിക്കാൻ ശ്രമിക്കും. കഷ്ടതയുണ്ടെന്നേ, സങ്കടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കഷ്ടതയും സങ്കടമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങളെ അറിയുന്ന ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. നീ എങ്ങനെയാണ് ഈ ഭൂമി ജീവിക്കേണ്ടത്, നീ എത്ര കാലമാണ് ഈ ഭൂമി ജീവിക്കേണ്ടത്, ഈ ജീവിത കാലഘട്ടത്തിൽ നീ ഏതെല്ലാം പാതയിലൂടെ ശോധനയിലൂടെ കടന്നു പോകുമെന്നുള്ളത് നമ്മുടെ കർത്താവിന് അറിയാം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതോടെ ഇയ്യോബ് ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകും, ഇയ്യോബിന് എന്തെല്ലാം വരും, എന്തെല്ലാം നഷ്ടപ്പെടും, അവന്റെ സ്ഥിതികൾ എന്തെല്ലാം ആയിരിക്കും, അവന്റെ ശരീരത്തിന്റെ അവസ്ഥ പോലും എങ്ങനെയായി തീരുമെന്ന് നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ഇയ്യോബ് ആ പാതയിലൂടെ എല്ലാം കടന്നുപോയി. അവിടെ എല്ലാം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളെല്ലാം ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസാന്നിധ്യം നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചകൻ ദൈവസാന്നിധ്യം അനുഭവിച്ചതായിട്ട് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നമ്മൾക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായത്. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് അല്ലെങ്കിൽ പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു എന്ന് വലിയ ദൈവസാന്നിധ്യം യെശയ്യാ പ്രവാചകൻ അനുഭവിക്കുകയാണ്. അല്ലേ, നമുക്ക് ഒരു നിമിഷമെങ്കിലും ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ ഇത്രയും കാലമായി, ഇത്രയും പ്രായമൊക്കെ ആയി, ഇത്രയും വയസ്സൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഈ യെശയ്യാ പ്രവാചകനെ പോലെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് എത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഇവിടെ യെശയ്യാ പറയാൻ കാരണം? ഹല്ലേലൂയ. ദൈവസാന്നിധ്യം യെശയ്യാവിൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാണുകയാണ്. ഹല്ലേലൂയ. സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്ന അതിമനോഹരമായ മഹത്വമേറിയ ദൈവിക ദർശനങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ യെശയ്യാ പ്രവാചകന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, തന്റെ അശുദ്ധിയൊക്കെ നീക്കി ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുമെന്ന് താഴ്ന്നു കൊടുക്കുവാൻ പ്രവാചകന് കഴിഞ്ഞെങ്കിൽ നമ്മളൊന്ന് താഴ്ന്നതൊക്കെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവന്റെ ചുറ്റും ഉണ്ടായിരുന്ന കെരൂബുകളും സാറാഫുകളും എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ചുറ്റുമുള്ള കെരൂബുകളും സാറാഫുകളും ചെയ്തത് എന്താണ്? ഹല്ലേലൂയ. 2 കൊണ്ട് ശമേന, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, ഈ സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതിന്റെ കാരണം ഈ ഒരു അനുഭവത്തിലേക്ക് എത്തണമെന്നേ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു ആദിമ കാലഘട്ടങ്ങൾ ആദിമസഭയിലൊക്കെ ഉണ്ടായിരുന്ന തോന്നുന്നത്. ആദിമസഭയിലെ അപ്പോസ്തലന്മാരടക്കം ഉണ്ടായിരുന്നവര് ഈ യെശയ്യാവിനെ പോലെ ദൈവസാന്നിധ്യം അനുഭവിച്ചു. അവർ കടന്നുപോയ കഷ്ടതയില്, പ്രതിസന്ധികളുടെ നടുവില് ഒക്കെ അനുഭവിച്ചു കാണും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും സഭയിലൊന്നും ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒറ്റ കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം നമുക്ക് പ്രസംഗിക്കാൻ അറിയാം. അല്ലേ? ഇന്ന് എല്ലാവരുടെയും പ്രശ്നം സകല ജനത്തെ കൂടെ ഞാൻ അടക്കം നമുക്ക് യെശയ്യാവ് മരിച്ചയാണ്ടിൽ, ഹല്ലേലൂയ, കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഒരു അടിപൊളി പ്രസംഗം നടത്താൻ അറിയാം. പക്ഷെ യെശയ്യാവ് അനുഭവിച്ചവരെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ജനത്തെ ആത്മാവിലാക്കിയത് കൊണ്ടോ ജനത്തിന് ദൂത് കൊടുത്തത് കൊണ്ടോ ഒന്നും നമ്മുടെ പ്രസംഗത്തിന്റെ പൂർത്തീകരണമായില്ല. ആ ദൈവസാന്നിധ്യം യെശയ്യാവ് അനുഭവിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ആന്തർഭാഗത്ത് ആദ്യം നമ്മൾ അനുഭവിച്ചിട്ട് വേണം ആ അനുഭവിക്കുന്ന ദൂതായിരിക്കണം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ ആ യെശയ്യാവിനെ പോലെ അവർക്കും ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. നല്ല രക്തം. പക്ഷെ പ്രസംഗം മാത്രമായിട്ട് ഇന്ന് വേദപുസ്തകം ഒതുങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ പ്രസംഗകരെ കണ്ടിട്ടില്ലേ? 1000-ൽ
അതിൽ 1%, 100%, 110% എന്ന് പറയാൻ പറ്റത്തില്ല. 1000-10% ജനങ്ങളെങ്കിലും യെശയ്യാവിനെ പോലെ ശക്തമായ രീതിയിൽ ദൈവ സാന്നിധ്യം ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണർന്ന് അനുഭവിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന 1000-10 പേരെങ്കിലും കാണുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ 100-10 പേരെന്ന് പറയും. ഞാനൊരു 1000 ഇട്ടത് പറഞ്ഞാൽ നമ്മളൊന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ സാത്താൻ തെറ്റായ ചിന്തകളൊന്നും വരും. നിന്റെ നന്മയ്ക്ക് തടസ്സമായി, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി, നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി, ജീവിതത്തിന് തടസ്സമായി, തലമുറയ്ക്ക് തടസ്സമായി, എല്ലാ നിലകളിലും നിന്നെ ഉടച്ചു കളയുവാൻ എങ്ങനെയാ പിശാച് നമ്മളെ ഉടയ്ക്കുന്നതെന്ന് അറിയാമോ? ചില്ലുകുപ്പി ഉടയ്ക്കുന്നത് പോലെ ഉടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ചില്ലുകുപ്പി ഉടയ്ക്കുന്നത് പോലെ പിശാച് നമ്മെ ഉടച്ചു കളയും. ഉടച്ചു കളഞ്ഞ് നമ്മൾ വേദനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സാത്താൻ നമ്മെ കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ അവൻ ഉടച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈകീഴിൽ നമ്മൾ ഒതുങ്ങിക്കൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങണം. രക്തം ചെയ്യും. നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രാർത്ഥനയ്ക്കകത്തൊരു സ്വർഗീയ പ്രതീതി ഉണ്ടാകണം. ഹല്ലേലൂയ. ദൂതന്മാരുടെ വലിയൊരു സാന്നിധ്യം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഒരു സ്വർഗമായി മാറും. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ സ്വർഗീയ സന്തോഷം മുഴുവൻ അനുഭവിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിലേക്ക് വരണം. പ്രൈസ്. നമ്മൾ യേശുവിലേക്ക് വരണം. നമ്മുടെ കർത്താവ് ആരാണ്? ഹല്ലേലൂയ. കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ. നാം ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരുത്തൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതിനപ്പുറത്തൊരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി വേദന അനുഭവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂസിൽ പരമയാഗമായി കാലിലും പാണിലും തറയപ്പെട്ട് കിടക്കുമ്പോഴും യേശുക്രിസ്തു പിതാവിന്റെ സാന്നിധ്യം തന്റെ ഉള്ളിൽ ഉണർന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ശത്രുക്കളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. കാലിലും പാണികൾ തറയപ്പെട്ട് കിടക്കുമ്പോഴും തന്റെ ശത്രുക്കൾ തനിക്ക് ചുറ്റും നിന്ന് ആരവാരം മുഴക്കുമ്പോഴും യേശു തന്റെ ശത്രുക്കളോട് പ്രതികാര മനോഭാവം കാണിക്കാതെ കർത്താവിന്റെ എന്താ പറയും? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ കർത്താവിന് കഴിഞ്ഞതിന്റെ കാരണം വേദന കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും പിതാവിന്റെ സാന്നിധ്യത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉദിച്ചപ്പോൾ തനിക്ക് ആത്മഭാരം നമുക്കങ്ങനെ വരണം. അങ്ങനെ അതേ അനുഭവത്തിലേക്ക് എത്തണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവുമായിട്ട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബ് ദൈവത്തോട് ചേർന്നിരുന്നില്ലേ? നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്നൊക്കെയല്ലേ സങ്കീർത്തനം വായിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. വിടിവിക്കും, നമ്മെ ഉയർത്തും. നമ്മൾ അവനോട് പറ്റിയിരിക്കുന്ന നാമത്തെയൊക്കെ അറിയണം. നിങ്ങൾ 91 സങ്കീർത്തനമൊക്കെ നമ്മൾ കാണപ്പാടും പഠിച്ചു വെക്കാറുണ്ടെങ്കിലും അവനോട് പറ്റിയിരിക്കുന്നവർ കുറച്ചാ. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് 800 കോടി ജനമുണ്ടെങ്കിലും ശ്രോതാവേ, ഞാൻ പറയട്ടെ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവരും ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവരും ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കൂട്ടമുള്ള അവരാണ് ഈ ദൈവത്തെ ഉയർത്തുന്നത്. അവരാണ് യേശുവിനെ വിളിച്ചു പറയുന്നത്. അവർ കഷ്ടതയുടെ കടന്നുപോകും, പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോഴും അവർ എന്ത് ചെയ്യും? നിലവിളിക്കാതെ യോബിനെ പോലെ ദൈവ സാന്നിധ്യ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരെ എനിക്കറിയാം കേട്ടോ. ഒരുപാട് ദൈവമക്കളെയൊക്കെ അറിയാം. കഷ്ടത നടിയിൽ പിറുപിറുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ ഹല്ലേലൂയ, അവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സ്നേഹമാകട്ടോ. നമ്മെ ഒരിക്കലും വെറുക്കത്തില്ല. മനുഷ്യൻ നമ്മെ വെറുക്കും. ദൈവം നമ്മെ ഒരിക്കലും വെറുക്കത്തില്ല. ദൈവം നമ്മെ സ്നേഹിക്കുക മാത്രമാണ്. കാരണം സ്നേഹമായതുകൊണ്ട്. വെറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന് ഇല്ല. പിന്നെ നമ്മുടെ ദൈവം വെറുക്കുന്നത് എന്താ? പാപത്തെ വെറുക്കുന്നു. ഹല്ലേലൂയ. പാപത്തെ വെറുക്കുന്നവനും പാപിയെ സ്നേഹിക്കുന്നവനും. ഹല്ലേലൂയ. അതാണ് കർത്താവ് ഈ ഭൂമി വെറുക്കുന്നത്. പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ പാപിയായ ഞാനും നിങ്ങളൊക്കെ ഈ കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തിൽ പറയാം, ദൈവ സാന്നിധ്യം ഉണരുമ്പോഴെല്ലാം ദൈവഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം.
അല്ലേ? ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് സഭാപ്രസംഗി ഇങ്ങനെ പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിവേഗത്തിലൊന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ, ആകിയാൽ നിന്റെ വാക്ക് ആമേൻ അല്ലെങ്കിൽ ചുരുക്കമായിരിക്കട്ടെ. അല്ലേലിയ. അപ്പൊ സഭാപ്രസംഗിക്ക് പോലും ഈ ബോധമുണ്ടെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പറയാൻ കാരണം? അല്ലിയ, ദൈവസാന്നിധ്യം ഉണരുമ്പോഴെല്ലാം ദൈവഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണമെന്ന. അതുകൊണ്ടാണ് പറയുന്നത് സ്വതം ആമീൻ അതിവേഗത്തിൽ നാം ഒന്നും പറയരുത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതേ പറയുള്ളൂ. അതിവേഗത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാ നമ്മൾ അയ്യോ കർത്താവ് തെറ്റുപറ്റി പോയല്ലോ, പറയരുതായിരുന്നല്ലോ, പറഞ്ഞു പോയല്ലോ, ക്ഷമിക്കണമേ, മാപ്പ് നൽകണമേ, സോറി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിവേഗത്തിൽ പലതും പറഞ്ഞിട്ടാണ്. പണ്ട് പഴമക്കാർ പറഞ്ഞു പറയുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ സഭാപ്രസംഗിയൊക്കെ പറഞ്ഞ ഈ വചനം നമ്മൾ മനസ്സിൽ ഹൃദയത്തിൽ ധ്യാനിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കേട്ട അതിവേഗത്തിലൊന്നും പറയരുത്. പലപ്പോഴും അതിവേഗത്തിൽ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന കുത്തുവാക്കുകൾ, പരിഹാസത്തിന്റെ വാക്കുകൾ നമുക്ക് നേരെ കടന്നു വരും. ഫ്രീസർ. അപ്പൊ ഈ സഭാപ്രസംഗിയുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവത്തിൽ കടന്നുപോയി കാണും. അതുകൊണ്ടാണ് അതിവേഗത്തിലൊന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുചരിപ്പാതിന്റെ ഹൃദയം ബന്ധപ്പെടരുതെന്ന് ഇത് സഭാപ്രസംഗി പറഞ്ഞതുപോലെ നമ്മുടെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19 വരുമ്പോൾ കാണുന്നുണ്ട്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കട്ടെ എന്ന് അവിടെയുണ്ട്. അതുകൊണ്ട് നീ കേൾക്കാൻ വേഗത, പറയുവാൻ താമസം. സഭാപ്രസംഗം അതിവേഗത്തിലൊന്നും പറയരുത്. ആമീൻ സ്തോത്രം. ഒരു വാക്ക് അല്ലേലൂയ ഉച്ചരിപ്പാൻ അല്ലേലൂയ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. വളരെ സൂക്ഷ്മത ഈ കാലഘട്ടത്തിൽ, വളരെ സൂക്ഷ്മത. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറയട്ടെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും അതിവേഗത്തിൽ പറയിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം കൊണ്ടെത്താനും അത് പിശാചിന്റെ പ്രവർത്തിയാണ്. നിങ്ങൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ചിലപ്പോൾ ഞാൻ കേൾക്കുന്നതിന് തിരിച്ച് ചിന്തിക്കാതെ പ്രാർത്ഥിക്കാതെ അതിവേഗത്തിലും ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴാണ് കർത്താവ് അയ്യോ നീ പറഞ്ഞു പോയി തെറ്റാ, അങ്ങനെ പറയരുതായിരുന്നു, അവനെ വേദനിപ്പിച്ചില്ലേ, അവളെ വേദനിപ്പിച്ചില്ലേ, നീ അവരുടെ മാപ്പ് പറ, അവനോട് സോറി പറയുന്നതൊക്കെ കർത്താവ് വരുമ്പോൾ പിന്നെ നമ്മൾ എത്ര സങ്കടപ്പെട്ട് അത് പറയുന്നത് പറഞ്ഞു പോയല്ലോ കർത്താവേ. അതുകൊണ്ടാണ് അതിവേഗത്തിലൊന്നും പറയരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, അമ്മായിയമ്മയോട്, മരുമോളോട്, നിന്റെ സഹോദരങ്ങളോട്, മക്കളോട്, നിന്റെ സഭയിലെ വിശ്വാസികളോട്, നിന്റെ ഇടയനോട്, നിന്റെ നടത്തുന്ന പാസ്റ്ററോട്, നിന്റെ സഹപ്രവർത്തനം അതിവേഗത്തിലൊന്നും നീ പറയരുത്. ലേലിയ. അതിവേഗത്തിൽ നീ പറയുന്ന വാക്കുകൾ കൊണ്ട് നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ വാക്കുകൾ നിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും. രക്തം ചെയ്യും. ലേരി. അപ്പം ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണർന്നാൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ്. രക്തം ചെയ്യും. ലേരിയ. അപ്പൊ ഇതുകൊണ്ടാണ് ദൈവവചനമൊക്കെ പറയുന്നത് സോദരം വല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് സോദരം. പുറപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം വല്ലേരിയ 23-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം, അവരോട് വിഘടിക്കരുത്, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല, എന്റെ നാമം അവരിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ ദൈവവചനം പറയുമ്പോൾ കനാൻ ദേശം കൈവശമാക്കുവാൻ വേണ്ടി, അവകാശമാക്കുവാൻ വേണ്ടിയിട്ട് മോശയിലൂടെ ഇസ്രായേലിനെ നടത്തുന്ന സന്നിധിയിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. പ്രേക്ഷകർ, നമ്മളെ നടത്തുന്ന ആ ദൈവസാന്നിധ്യമുണ്ടല്ലോ, ഇവിടെ കനാൻ ദേശത്തെ അവകാശമാക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ നടത്തുവാൻ ദൈവം തന്റെ ദൂതനെ അവർക്ക് മുമ്പായി അയക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടണം. അവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടതുപോലെ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ഈ ലോകത്തിന്റെ ജീവിതം വിട്ട് നമ്മൾ സ്വർഗീയ കനാനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്ര മധ്യേ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാസിമാരിലൂടെ കേൾക്കുമ്പോൾ അവരുടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം.
ആ വാക്ക് ശ്രദ്ധിച്ച് ശുദ്ധീകരിക്കേണ്ടതിനെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രതിസന്ധി, ഹല്ലേലൂയ, അവിടെ ദൈവവചനം പറയുകയാണ്, അല്ലെങ്കിൽ ദൂതൻ ദൈവത്തിന്റെ സന്ദേശവാഹകനാണ്. പഴയ നിയമത്തിൽ പലപ്പോഴും ഇസ്രായേലിന്റെ സംരക്ഷകനായും യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായും യഹോവയ്ക്ക് പകരം ന്യായവിധി നടത്തുന്നവനായും ഈ ദൂതനെ കാണാം. ഇസ്രായേലിന്റെ പരിപാലകനായി മുമ്പിൽ നടക്കുന്ന ദൂതൻ ഇവിടെ ഒരുപക്ഷെ ദൈവത്തിന്റെ പകരക്കാരനായി പ്രവർത്തിക്കുന്നവനായിരിക്കാം എന്നും ഈ ഭാഗത്ത് പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച മകൻ ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടൊന്നും ദൈവം ഇവിടെ വചനം പറയുന്നു, കൊർന്നല്യോസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയ സ്തോത്രം കുടുംബത്തെ കുറിച്ച് നമുക്ക് വേദപുസ്തകം അപ്പോസ്തലരുടെ 10 വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാൽ അവൻ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ കാണപ്പെട്ടു. അവനെക്കുറിച്ച് വേദപുസ്തകം അല്ലെങ്കിൽ അതിശക്തമായി സാക്ഷി പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവനവന്റെ കുടുംബവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവസാന്നിധ്യം ഉയർന്നത് കൊണ്ടാണ് കൊർന്നല്യോസ് ദൈവിക ദർശനം കാണുവാനായി തീർന്നതും. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ ക്ഷണിക്കുന്നതും പത്രോസ് വന്ന് ദൈവവചനത്തെ അതിശക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിലിരുന്നവരുടെ മേലെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ കൊർന്നല്യോസും ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുഖാന്തരം കൊർന്നല്യോസിന്റെ കുടുംബം മുഴുവൻ മാനസാന്തരപ്പെട്ടു. അപ്പൊ എന്താ, യോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, കൊർന്നല്യോസും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ആരോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. സഹോദര, നീ ആരോട് പ്രാർത്ഥിക്കും? എന്നെ കേൾക്കുന്ന സഹോദരി, നീ ആരോട് പ്രാർത്ഥിക്കും? ഭൂമിയിലെ സൃഷ്ടികളോട് നീ പ്രാർത്ഥിക്കുമോ? അതോ സൃഷ്ടമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ആരോടാണ് നിന്റെ പ്രാർത്ഥന നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അത് നമുക്ക് ദൈവത്തിലേക്ക് വരാം. അവന്റെ സന്മുഖദൂതൻ അവരെ രക്ഷിച്ച് തന്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവനവരെ ഹല്ലേലൂയ സ്തോത്രം ചുമന്നു നടന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം വായിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാൻ സമയമില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഭാഗം വായിച്ചു പോകാമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. വായിച്ച ഫലത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരു വായിച്ച ഫലം യോബിന്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. യോബിന്റെ ഗാഢനിദ്രയിൽ ഹല്ലേലൂയ അവന്റെ ശയ്യമേൽ അവൻ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രിദർശനത്തിൽ ഒരു മാനസാന്തര അനുഭവത്തിലൂടെ യോബിനെ നടത്തിക്കൊണ്ട് യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വെളിപ്പാടാണ് വായിച്ചത്. എന്താണ്? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം അവനിൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. ഹല്ലേലൂയ. അവൻ മനുഷ്യന് അവന്റെ നീതിയെ ഹല്ലേലൂയ പകരം കൊടുക്കും. അതെ, നിന്റെ പ്രാർത്ഥന ദൈവത്തോടായിരിക്കട്ടെ. നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ദൈവത്തിൽ ഇറങ്ങി വരണം. നീ ദൈവത്തിനെ മുഴങ്ങാനും മടക്കി മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കണം. നിന്റെ കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. കണ്ണുകൾ അടച്ചാട്ട് ജീവിതത്തിൽ ഭാരപ്പെട്ട് മനം കലങ്ങി നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യോബിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവ സാന്നിധ്യം ഉണരുന്ന ഒരു പ്രാർത്ഥന. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തയും വൃത്തരും അശന്ന യാചകരും ഓർഫനേജിൽ ഉടനെ തടവറയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലുമായിരിക്കുന്ന സകല ജനത്തെയും, സകല രാജ്യരാഷ്ട്ര തലവന്മാരെയും, സകല പ്രാന്തി എല്ലാ മത നേതാക്കന്മാരെയും സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്ന സൃഷ്ടികളോട് നിരാശ ദുഃഖിതരുമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ജനം മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്ന് യോബിനോടൊപ്പം ചേർന്നിരുന്ന യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഈ ജനം ഭൂമിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ഈ ജനത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകുകയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ ലോക ജീവിതം താൽക്കാലികമാണ്. കർത്താവിനെ കുറിച്ച് നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യം വലിയ വാഗ്ദത്ത കാനാനിലേക്ക് പ്രവേശിച്ചതുപോലെ ഞങ്ങൾക്ക് സ്വർഗ്ഗ കാനാനിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് മുമ്പേ ദൂതൻ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ അയക്കുന്ന ദൂതനുണ്ട്. അവരുടെ വാമ്പിൽ ഞങ്ങൾക്ക് അതിവേഗത്തിലൊന്നും ഉച്ചരിക്കാതെ വളരെ അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം നയിപ്പാടെയാണ്. ഞങ്ങളുടെ സൗരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുടെ സകല ജനത്തെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിരാശ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന അനവധി ജനത്തെ ഇത് മകളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് കർത്താവിനും വിടുതലയക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.